നമസ്കാരം. എൻ്റെ പേര് അമ്പിളി. 7ാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ മിടുക്കന്മാരെയും മിടുക്കികളെയും ലേൺ വിത്ത് അമ്പിളി എന്ന എൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും വായോ വായോ, കാണൂ കാണൂ, കേൾക്കൂ കേൾക്കൂ, പഠിക്കൂ പഠിക്കൂ. ഇന്ന് നമ്മൾ പഠിക്കാനായി പോകുന്ന പാഠം ഏതാണെന്ന് അറിയാമോ? 1ാമത്തെ യൂണിറ്റിലെ കേരള പാഠാവലി 1ാമത്തെ യൂണിറ്റിലെ ഒരു ദിനാന്ത സഞ്ചാരം. ഈ കവിത എഴുതിയിരിക്കുന്നത് മഹാകവി വള്ളത്തോളാണ്. ആധുനിക കവിത്രയത്തിൽ, ത്രയം എന്നാൽ 3, ആ ത്രയത്തിൽ ഉള്ള മറ്റു 2 കവികൾ കുമാരനാശാനും ഉള്ളൂരുമാണ്. മലയാള കവിതാ ചരിത്രത്തിൽ 2 ത്രയങ്ങളാണ് ഉള്ളത്. ഒന്ന് പ്രാചീന കവിത്രയവും മറ്റൊന്ന് ആധുനിക കവിത്രയവും. പ്രാചീന കവിത്രയം ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ എന്നിവരാണ്. ആധുനിക കവിത്രയമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. ആരൊക്കെയാണ്? ഒന്ന് ഓർത്തു നോക്കൂ. കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. എല്ലാവരുടെയും മനസ്സിലത് പതിഞ്ഞല്ലോ. നമുക്ക് മഹാകവി വള്ളത്തോളിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കിയാലോ? അതെ, കേരള കലാമണ്ഡലം തൃശ്ശൂരിനടുത്ത് ചെറുതുരുത്തിയിൽ കഥകളി പോലെയുള്ള കലകളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് സ്ഥാപിച്ചത് മഹാകവി വള്ളത്തോളാണ്. കൂടാതെ വാൽമീകിയാൽ സംസ്കൃത ഭാഷയിൽ രചിക്കപ്പെട്ട രാമായണം, അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതും വള്ളത്തോളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ കേരള വാൽമീകി എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം നിരവധി കാവ്യങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ മഹാകാവ്യമാണ് ചിത്രയോഗം. കൂടാതെ ശിഷ്യനും മകനും, അച്ഛനും മകളും, അതുപോലെ മഗ്ദലന മറിയം, കൊച്ചു സീത, ബന്ധനസ്ഥനായ അനിരുദ്ധൻ, ഇങ്ങനെയുള്ള ഖണ്ഡകാവ്യങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരമാണ് സാഹിത്യമഞ്ജരി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് 11 വോള്യം ഉണ്ട്. 1, 2 11 വോള്യം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അതിന്റെ തീഷ്ണതയിൽ നിൽക്കുന്ന കാലം, ബ്രിട്ടീഷുകാരെ നമ്മുടെ രാജ്യത്ത് നിന്നും തുരത്തി ഓടിക്കാനായിട്ട് ഇവിടെ മഹാത്മജിയെ പോലുള്ള നേതാക്കന്മാരുടെ കീഴിൽ സമരം നടക്കുന്ന കാലം. വള്ളത്തോളും അതിൽ ആകൃഷ്ടനായിട്ട് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളിൽ സജീവമായിട്ട് പങ്കെടുക്കുകയും നമ്മുടെ നാടിനെ പ്രകീർത്തിച്ചുകൊണ്ട് ദേശഭക്തി നിറഞ്ഞ അനേകം കവിതകൾ എഴുതുകയും ചെയ്തിട്ടുണ്ട്. സാഹിത്യമഞ്ജരിയിലെ പല കവിതകളും ദേശഭക്തി നിറഞ്ഞ കവിതകളാണ്. അതുകൊണ്ട് തന്നെ മഹാകവി വള്ളത്തോളിനെ മലയാളത്തിന്റെ ദേശീയ കവി എന്ന് വിശേഷിപ്പിക്കുന്നു. അദ്ദേഹം മഹാത്മജിയെ തന്റെ ഗുരുനാഥനായിട്ട് സങ്കല്പിച്ച് എഴുതിയ ഒരു അതിമനോഹരമായ കാവ്യമുണ്ട്, എൻ്റെ ഗുരുനാഥൻ. വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? അദ്ദേഹത്തിന്റെ 1-2 കാവ്യശകലങ്ങൾ, ദേശഭക്തി നിറഞ്ഞ കാവ്യശകലങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ. നിങ്ങൾ ഒരു പക്ഷേ ഇത് കേട്ടിട്ടുണ്ടായിരിക്കും. ഇതാ, കേരളമെന്ന്, ചൊല്ലിപ്പോ തെറ്റിപ്പോയി. ഭാരതമെന്നു പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്കു ഞരമ്പുകളിൽ. ദിവാസ്വപ്നം എന്ന കവിതയിലെ 4 വരികളാണിത്. മറ്റ് 2 വരിയൊന്ന് നോക്കൂ. പോരാ പോരാ നാളിൽ നാളിൽ ദൂരം ഉയരട്ടെ ഭാരതഷ്മാദേവിയുടെ തൃപ്പതാകകൾ. കേട്ടിട്ടില്ലേ? പോരാ പോരാ നാളിൽ നാളിൽ ദൂരം ഉയരട്ടെ ഭാരതഷ്മാദേവിയുടെ തൃപ്പതാകകൾ. അതിമനോഹരമായ വരികൾ അല്ലേ? അങ്ങനെ
ദേശഭക്തി നിറഞ്ഞ അനേകം കവിതകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള സാഹിത്യ മഞ്ജരിയിലെ ഒരു കവിതയാണ് നമുക്ക് പഠിക്കാനായി കിട്ടിയിട്ടുള്ള ഒരു ദിനാന്ത സഞ്ചാരം. അതിൻ്റെ ആദ്യത്തെ കുറച്ചു ഭാഗമാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എല്ലാവരും തയ്യാറാണല്ലോ? ഞാൻ ആ കവിത നിങ്ങളെ ഒന്ന് ചൊല്ലിക്കേൾപ്പിക്കാം. എല്ലാവർക്കും പാഠപുസ്തകം ഉണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് നോക്കിയിരുന്നാൽ മതി ഞാൻ ചൊല്ലുമ്പോൾ. കവിത ചൊല്ലാം അല്ലേ? ക്രമേണ മേൽപോട്ടു പടുത്തു ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ കിഴക്കു ഭാഗത്ത് അകലെ പരന്നു കിടന്നിടും കുന്നിതു നന്നു കാൺമാൻ. ആദ്യത്തിലാരാൽ പുക പോലെ കണ്ടത് അടുത്തിടും നമ്മുടെ കാഴ്ചയിങ്കൽ മരങ്ങൾ പൂവല്ലികൾ മറ്റും ഓരോന്നായി ക്രമാൽ വേർതിരിയുന്നു ഭംഗ്യാ. പ്രായേണ പത്രങ്ങൾ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന വല്ലി തെരുമണ്ഡലത്താൽ പരക്കിനൽ പച്ച നിറം പെടുന്നീ കുന്നെത്രയും കൺകുളിരേകിടുന്നു. ഈ പച്ചവർണ്ണത്തിനിടയ്ക്കിടയ്ക്ക് ശില്പജ്ഞർ ചായപ്പണി ചെയ്ത പോലെ കാണപ്പെടുന്നുണ്ട് ചുകന്ന മണ്ണും രണ്ടിനുമേറെ പ്രഭ ചേരുമാറായി. മരങ്ങൾ തൻ പച്ചില പല്ലവങ്ങൾ പുഷ്പങ്ങൾ പുല്ലെന്നിവയെങ്കിലെല്ലാം ഈ പോക്കുവെയിലേൽക്കയാൽ വിചിത്രവർണ്ണം വഹിക്കുന്നിതു കുന്നിതേറ്റം. ചിലേടമാച്ഛാദന ശൂന്യമായും ചിലേടം ഓരോ മുകിലാൽ മറഞ്ഞും താനും ചിലേടം ചില ദിക്കുയർന്നും നാനാപ്രകാരം വിലസുന്നു ശൈലം. പത്രങ്ങളൊട്ടിളകുന്ന വൃക്ഷലതാഗണത്തിൻ പഴുതിങ്കലൂടെ ഇളങ്കറുപ്പേന്തിടും അമ്പരാന്തം കാണുന്നിതങ്ങേപ്പുറം ആഴി പോലെ. ഇളങ്കറുപ്പേന്തിടും അമ്പരാന്തം കാണുന്നിതങ്ങേപ്പുറം ആഴി പോലെ. കവിത ചൊല്ലിയത് എല്ലാവരും കേട്ടല്ലോ. നിങ്ങളെല്ലാവരും ഒറ്റയ്ക്കും ഗ്രൂപ്പായിട്ടും ഈ കവിത നിങ്ങളുടേതായ ഈണത്തിലും താളത്തിലും ഒന്ന് ചൊല്ലാൻ ശ്രമിച്ചു നോക്കുക. എല്ലാവരും ശ്രമിക്കുമല്ലോ? നമുക്ക് കവിത പഠിക്കാം. ഇതാ കവിതയ്ക്ക് മുൻപായിട്ട് 2 വാക്യങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. പ്രകൃതിയിലെ സുന്ദര ദൃശ്യങ്ങൾ പലതാണ്. പ്രകൃതി എത്ര സുന്ദരമാണ്, പ്രത്യേകിച്ച് നമ്മുടെ നാടായ കൊച്ചു കേരളം. കിഴക്കു ഭാഗത്ത് മാമല നിരകളും പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലും സ്ഥിതി ചെയ്യുന്ന ആ കേരളത്തിന്റെ ഭംഗി അവർണ്ണനീയമാണ്. പുഴകളും വയലേലകളും മലനിരകളും കൊച്ചരുവികളും എന്നുവേണ്ട എല്ലാം നിറഞ്ഞു നിൽക്കുന്ന സുന്ദരമായ കേരളം. നമ്മുടെ കേരളത്തെക്കുറിച്ച്, അതിന്റെ പ്രകൃതി ഭംഗിയെക്കുറിച്ച് എത്രയെത്ര കവിതകളാണ്, എത്രയെത്ര പാട്ടുകളാണ് ഉണ്ടായിട്ടുള്ളത്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, രമണൻ തുടങ്ങിയ മനോഹരമായ കാവ്യങ്ങൾ എഴുതിയ അദ്ദേഹം പ്രകൃതിയെ പ്രകീർത്തിച്ചുകൊണ്ട് ഇവിടെ പറയുന്നുണ്ട്. പുളകമ്പോൾ കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞിനെ, പുളകം പോലെ കുന്നിന്റെ പുറത്തു വന്ന ആ പുതുമൂടൽ മഞ്ഞിനെ സൂര്യന്റെ ഉദയകിരണങ്ങൾ ആശ്ലേഷിക്കുന്നു. അങ്ങനെ ആ മഞ്ഞ് അവിടെ മറയുന്നു, മല തെളിഞ്ഞു വരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, പുളകം പോൽ കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞല പുൽകി നീക്കി പുലരോളി മാമല ശ്രേണികൾ തൻ പുറകിലായി വന്നു നിന്നെത്തി നോക്കി.
ഗ്രാമഭംഗി വർണ്ണിക്കുന്ന വരികൾ. ഇതുപോലെയുള്ള അനേകം കാവ്യങ്ങൾ നമുക്ക് നമ്മുടെ ഭാഷയിൽ ലഭ്യമായിട്ടുണ്ട്. നമ്മുടെ കവിതയുടെ പേരെന്താണ്? ഒരു ദിനാന്ത സഞ്ചാരം. ഒരു ദിനം, അതിന്റെ അന്തം, ഒരു ദിവസത്തിന്റെ അവസാനം, വൈകുന്നേര സമയം, ആ സമയത്തുള്ള ഒരു സഞ്ചാരം, ഒരു യാത്ര, അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കവിതയാണ് ഇത്. മഹാകവി വള്ളത്തോൾ ഒരു വൈകുന്നേരം ഒരു സായാഹ്ന സവാരിക്ക് ഇറങ്ങുന്നു. ആ യാത്രയിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹം കണ്ട കാഴ്ചകൾ ഭാവനയായിട്ട് വിരിയുന്നു. ആ ഭാവനയിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. കവിതയിലെ വരികളൊന്ന് ശ്രദ്ധിക്കൂ. ക്രമേണ മേൽപോട്ടു പടുത്തു ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ കിഴക്കു ഭാഗത്ത് അകലെ പരന്ന് കിടന്നിടും കുന്നിത് നന്നു കാൺമാൻ. കേരളത്തിന്റെ കിഴക്കേ അതിര് പശ്ചിമഘട്ട പർവ്വതനിരകൾ, സഹ്യപർവ്വതനിരകൾ ആണല്ലോ. കേരളത്തിന്റെ ആ കിഴക്കു ഭാഗത്ത് വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന ആ സഹ്യപർവ്വത നിരകൾ, അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന മാമലകൾ. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ ഭൂമിക്കൊരു ലാവണ്യ ദൃശ്യോത്സവം, സുഗതകുമാരി ടീച്ചർ അവിടെ 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന കുറിഞ്ഞി പൂക്കളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നു. അതിന്റെ ഭംഗി നമുക്ക് മനസ്സിലാക്കി തന്നു. നമ്മളെപ്പോഴും ടൂറ് പോകുക കേരളത്തിൽ പ്രധാനമായിട്ടും മൂന്നാറിലാണല്ലോ. ഈ മൂന്നാർ എന്ന് പറയുന്ന സ്ഥലം ഈ പശ്ചിമഘട്ട പർവ്വതനിരകളുടെ സമീപത്തുള്ള പ്രദേശമാണ്. ആ മലനിരകളെല്ലാം ഉൾക്കൊള്ളുന്ന പ്രദേശവുമാണ്. അപ്പൊ കവി ഇങ്ങനെ പോവുകയാണ് കേട്ടോ, നടക്കുകയാണ്. അങ്ങനെ നടന്നപ്പോൾ അദ്ദേഹം പറയുന്നു, കിഴക്ക് ഭാഗത്തായിട്ട് കുറച്ചു ദൂരെ അങ്ങനെ പരന്ന് കിടക്കുന്ന ആ കുന്നു കാണാൻ എന്തൊരു ഭംഗിയാണ് എന്ന്. സഹ്യപർവ്വതത്തെയാണ് ഇവിടെ കുന്നായിട്ട് കവി പറയുന്നത്. അപ്പോൾ അങ്ങ് കിഴക്ക് ദൂരെ പരന്നു കിടക്കുന്ന ആ കുന്നു കാണാൻ എന്തൊരു ഭംഗിയാണ്. അത് കണ്ടിട്ട് അദ്ദേഹത്തിന് തോന്നുകയാണ്, ക്രമേണ മേൽപോട്ടു പടുത്തു ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ. അത് പടുത്തു ഉയർത്തിയ, ആകാശം മുട്ടി നിൽക്കുന്ന ഒരു കോട്ട പോലെയാണ് എന്ന് അദ്ദേഹത്തിന് തോന്നുന്നു. പണ്ട് രാജാക്കന്മാർ തങ്ങളുടെ കൊട്ടാരത്തിന് ചുറ്റും ശക്തിയേറിയ കോട്ടകൾ നിർമ്മിക്കും. ശത്രുക്കൾ പെട്ടെന്ന് വന്ന് ആക്രമിക്കാൻ ഇടവരരുത്, അതിനു വേണ്ടിയിട്ടാണ് അത്തരം കോട്ടകൾ നിർമ്മിക്കുന്നത്. കോട്ടകൾക്ക് ചുറ്റും കിടങ്ങുകളും മറ്റും നിർമ്മിക്കും. പലപ്പോഴും ശത്രുക്കൾ വന്ന് ഈ കിടങ്ങുകളിലൊക്കെ അകപ്പെട്ട് മരണമടയുക പതിവായിരുന്നു. അപ്പോൾ കോട്ടകൾ നിർമ്മിക്കുന്നത് നമുക്ക് ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനായിരുന്നു. ഇവിടെ കവി പറയുന്നു, നമ്മുടെ കിഴക്കേ അതിരിൽ നിൽക്കുന്ന ആ സഹ്യപർവ്വത നിരകൾ പ്രകൃതി കെട്ടിയ കോട്ടയാണെന്ന്. മനുഷ്യരല്ല അത് നിർമ്മിച്ചിരിക്കുന്നത്, പ്രകൃതിയാണ്. ശരിയാണ്, പല സാഹചര്യത്തിലും ഈ സഹ്യപർവ്വത നിരകൾ നമ്മുടെ കേരളത്തെ രക്ഷിച്ചിട്ടുണ്ട്. പഴയ കാലങ്ങളിൽ അതിനപ്പുറത്തുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് നമ്മുടെ നാടിനെ പെട്ടെന്ന് വന്ന് ആക്രമിച്ച് കീഴടക്കാനൊന്നും സാധ്യമായിരുന്നില്ല. അതിനുള്ള പ്രധാന കാരണവും ഈ മലനിരകൾ തന്നെയായിരുന്നു. തീർച്ചയായിട്ടും പ്രകൃതി കെട്ടിയ ഒരു കോട്ട തന്നെയാണ് ഈ കുന്നുകൾ എന്ന് നമുക്ക് പറയാം. കവി പറയുന്നു, ആദ്യത്തിലാരാൽ പുക പോലെ കണ്ടത് അടുത്തിടും നമ്മുടെ കാഴ്ചയിങ്കൽ. അദ്ദേഹം ഇങ്ങനെ നോക്കിയപ്പോൾ കുറെ ദൂരെ പുക മാത്രമാണ് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത്, വേറൊന്നും കാണാൻ സാധിക്കുന്നില്ല. ആദ്യം പുക പോലെ കണ്ടത് അദ്ദേഹം അതിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ, സമീപത്തെത്തിയപ്പോൾ എന്തായി മാറുന്നു? മരങ്ങൾ പൂവല്ലികൾ മറ്റുമോരോന്നായി ക്രമാൽ വേർതിരിയുന്നു ഭംഗിയ. അടുത്തെത്തിയപ്പോൾ ആ പുക പോലെ കണ്ടത് നല്ല മരങ്ങളായിട്ടും വള്ളികളായിട്ടും വേർതിരിഞ്ഞ് അങ്ങനെ ഭംഗിയോടെ നിൽക്കുന്നതാണ് അദ്ദേഹം കണ്ടത്. ആ കുന്നുകളിൽ നിറച്ച് മരങ്ങളാണ്.
പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന വള്ളികളാണ്. അതിമനോഹരമായി കാണപ്പെടുന്ന ഒരു കാഴ്ച തന്നെയാണത്. അദ്ദേഹം അത് സമീപമെത്തി കാണുന്നു. കണ്ടിട്ട് അദ്ദേഹം ഇനി എന്താണ് പറയുന്നത് എന്നൊന്ന് നോക്കാം. അതെ, പ്രായേണ പത്രങ്ങൾ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന വലിയതൊരു മണ്ഡലത്താൽ പരക്കെ നൽ പച്ച നിറം പെടുന്നീ കുന്നെത്രയും കൺകുളിരേകിടുന്നു. അദ്ദേഹത്തിന് ആ കുന്ന് അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് കുളിര് നൽകുകയാണ്. അത്ര ഭംഗിയാണത്രേ. എങ്ങനെ? പ്രായേണ പത്രങ്ങൾ നിറഞ്ഞു തിങ്ങി, മിക്കവാറും ഇലകളെല്ലാം അങ്ങനെ തിങ്ങി നിൽക്കുകയാണ്. പത്രം, ഇലകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആ വല്ലീതരു മണ്ഡലത്താൽ, വള്ളികളും മരങ്ങളും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആ കൂട്ടം, ഇലകളൊക്കെ തിങ്ങി നിറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. നിറച്ചു വള്ളികളാണ്, മരങ്ങളാണ് ആ കൂട്ടം. മൊത്തത്തിൽ പരക്കെ എല്ലായിടവും നൽ പച്ച നിറം പെടുന്നീ കുന്ന്. കുന്നിന്റെ നിറം എന്താണ്? നല്ല പച്ച നിറമാണ്. എന്തുകൊണ്ടാണ് ആ പച്ച നിറം വന്നത്? ആ കുന്നു നിറയെ നല്ല പച്ച നിറത്തിലുള്ള ഇലകൾ തിങ്ങി നിൽക്കുന്ന മരങ്ങളും വള്ളികളുമാണ്. അവ എല്ലായിടത്തും അങ്ങനെ വ്യാപിച്ചു നിൽക്കുന്നു. അതുകൊണ്ട് ഈ കുന്ന് ആകെ പച്ച നിറമായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നു. ആ കാഴ്ച അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് കുളിരേകുന്നു. പച്ചനിറം എപ്പോഴും കാണാൻ ഭംഗിയുള്ള ഒന്നാണ്, അല്ലെ? വയലേലകളിലൊക്കെ ഇങ്ങനെ പച്ച വിരിച്ച പാടമൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തൊരു ഇഷ്ടമായിരിക്കും, അല്ലെ? ഇവിടെ അദ്ദേഹത്തിന് ആ കുന്നിലെ പച്ച നിറം കണ്ണിന് കുളിര് നൽകുകയാണ്. അടുത്തത്, ഈ പച്ചവർണ്ണത്തിനിടയ്ക്കിടയ്ക്ക് ശില്പജ്ഞർ ചായപ്പണി ചെയ്ത പോലെ കാണപ്പെടുന്നുണ്ട് ചുവന്ന മണ്ണും രണ്ടിനുമേറെ പ്രഭ ചേരുമാറായി. അങ്ങനെ നോക്കുമ്പോൾ ആ പച്ചപ്പിന്റെ ഇടയിൽ ചില ഭാഗത്ത് ചുമന്ന നിറം കാണുന്നുണ്ട്. കുന്ന് ചുമന്ന മണ്ണാണ്. അപ്പോൾ എല്ലായിടവും പച്ചയല്ല, ചില ഭാഗത്ത് ആ കുന്നിന്റെ മണ്ണിന്റെ നിറം, ആ ചുവപ്പ് നിറം കാണുന്നുണ്ട്. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നുകയാണ്, അത് ചിത്രകാരന്മാർ, ചിത്രകാരന്മാർ ചിത്രം വരച്ചതുപോലെ അദ്ദേഹത്തിന് തോന്നുന്നു. നമ്മളതൊന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. ഒരു കുന്ന്, ആ കുന്ന് നിറയെ പച്ച നിറത്തിലുള്ള മരങ്ങളും ഇലകൾ തിങ്ങി നിൽക്കുന്ന മരങ്ങളും പൂക്കൾ നിറഞ്ഞ വള്ളികളും, അതിനിടയിൽ അവിടവിടെ മരങ്ങളൊന്നുമില്ലാത്ത ആ ചുവന്ന മണ്ണും കാണപ്പെടുന്നു. ഒരു ചിത്രമല്ലേ അത്? ഭാവനയിൽ കാണാൻ പറ്റുന്ന ഒരു ചിത്രം. കവിക്ക് അത് തോന്നുകയാണ്, ഒരു ചിത്രകാരൻ വരച്ച ചിത്രം പോലെ. അത്രമാത്രം പ്രഭയോടുകൂടിയാണ് അദ്ദേഹം ആ കുന്നിനെ അവിടെ കണ്ടത്. കഴിഞ്ഞില്ല. മരങ്ങൾ തൻ പച്ചില, പല്ലവങ്ങൾ, പുഷ്പങ്ങൾ, പുല്ല് എന്നിവയെങ്കിലെല്ലാം ഈ പോക്കുവെയിലേൽക്കുകയാൽ വിചിത്രവർണ്ണം വഹിക്കുന്നിതു കുന്നിതേറ്റം. വൈകുന്നേരമാണ്, സന്ധ്യാസമയമാണ്, സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു. സൂര്യന്റെ ആ അസ്തമയ സമയത്തുള്ള വെളിച്ചം സ്വർണ്ണവർണ്ണ നിറമായിരിക്കും. അപ്പോൾ അവിടെയുള്ള ആ മരങ്ങളിലെ പച്ചിലകളിലും പല്ലവങ്ങൾ, തളിരിലകളിലും പുഷ്പങ്ങളിലും പുല്ലിലും എല്ലാം പോക്കുവെയില് വന്നു പതിച്ചിട്ട് വിവിധ നിറങ്ങളായി മാറുന്നു. ഓറഞ്ച്, മഞ്ഞ, പച്ച, അങ്ങനെയുള്ള നിറങ്ങളായിട്ട് മാറുകയാണ്. അത് കണ്ടിട്ട് അദ്ദേഹം പറയുന്നു, വിചിത്രവർണ്ണം വന്നു ചേർന്നിരിക്കുന്നു എന്ന്. വിചിത്രമായ ഒരു വർണ്ണം, വിസ്മയം വരുന്ന ഒരു വർണ്ണക്കാഴ്ച അദ്ദേഹം അവിടെ കാണുകയാണ്. അപ്പോൾ അവിടെയുള്ള മരങ്ങളിലെ പച്ചിലകളിലും തളിരുകളിലും പുഷ്പങ്ങളിലും പുല്ലുകളിലുമെല്ലാം അസ്തമയ സൂര്യന്റെ ആ പ്രകാശം വന്നു പതിച്ചിട്ട് അവിടെമെല്ലാം വിചിത്ര വർണ്ണങ്ങൾ, വിസ്മയം നിറഞ്ഞ വർണ്ണങ്ങളോടുകൂടിയ ഒരു കുന്നായി മാറിയിരിക്കുന്നു എന്ന്. വീണ്ടും അദ്ദേഹം പറയുന്നു, ചിലേടം ആച്ഛാദന ശൂന്യമായും ചിലേടം ഓരോ മുകിലാൽ മറഞ്ഞും. ചിലേടം, ചില ഭാഗങ്ങൾ ആച്ഛാദന ശൂന്യമായും, അത് മറയ്ക്കപ്പെടാതെ അങ്ങനെ ശൂന്യമായിട്ട് കിടക്കുന്നു. എന്നാൽ ചില ഭാഗങ്ങൾ
മുകിലാൽ മറഞ്ഞും, മുകിൽ മേഘം, മേഘത്താൽ മറഞ്ഞും കാണപ്പെടുന്നു. കുന്നിന്റെ ചില ഭാഗങ്ങൾ മറയ്ക്കപ്പെടാതെ കാണപ്പെടുന്നു, ചില ഭാഗങ്ങൾ ഇങ്ങനെ മേഘങ്ങളൊക്കെ വന്നിട്ട് മറഞ്ഞു കാണപ്പെടുന്നു. പിന്നെ താന്നും ചിലേടം, ചില ദിക്കുയർന്നും. കുന്നങ്ങനെയാണല്ലോ, കുന്നിന്റെ ചില ഭാഗങ്ങൾ ഇങ്ങനെ താണു വരും, ചില ഭാഗങ്ങൾ ഉയർന്നു വരും. അങ്ങനെയാണ് ഒരു കുന്നിന്റെ ചിത്രമാണ് ഇവിടെ കാണുന്നത്. താന്നും ചിലേടം ചില ദിക്കുയർന്നും നാനാപ്രകാരം വിലസുന്നു ശൈലം. അങ്ങനെ പല വിധത്തിൽ വിലസി അങ്ങനെ നിൽക്കുകയാണ് ആ ശൈലം. ശൈലം പർവ്വതം. പർവ്വതത്തിന്റെ ആ കുന്നിന്റെ മലയുടെ ചില ഭാഗങ്ങൾ മറയ്ക്കപ്പെട്ടിരിക്കുന്നു, ചില ഭാഗങ്ങൾ മേഘങ്ങളാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു, ചില ഭാഗങ്ങൾ മറയ്ക്കപ്പെടാതെ ഇരിക്കുന്നു. പിന്നെ ചിലത് ഉയർന്നു കാണപ്പെടുന്നു, ചിലത് ഭാഗങ്ങൾ താഴ്ന്നു കാണപ്പെടുന്നു. ഇങ്ങനെ വിവിധ വിധത്തിൽ പല നാനാപ്രകാരം അങ്ങനെ വിലസി നിൽക്കുകയാണ് ആ ശൈലം. പത്രങ്ങളൊട്ടിളകുന്ന വൃക്ഷലതാഗണത്തിൽ പഴുതിങ്കലൂടെ, പത്രങ്ങൾ ഇലകൾ ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ ഇളകുകയാണ്. ആ ഇളകുന്ന വൃക്ഷത്തിന്റെ വള്ളികളുടെ കൂട്ടം ഉണ്ട്. അതിന്റെ പഴുതില് വിടവ്, ഇടയ്ക്കിടയ്ക്ക് വിടവുകളുണ്ട്. ആ ഇലകളുടെയും വള്ളികളുടെയും ഇടയിലുള്ള ആ വിടവിലൂടെ ആകാശം കാണാൻ സാധിക്കും. എങ്ങനെയാണ് അപ്പോൾ ആ വിടവിലൂടെ കണ്ട ആകാശം? ഇളം കറുപ്പ് കലർന്ന അമ്പരാന്തം. അമ്പരം ആകാശം. ഇളം കറുപ്പ് കലർന്ന ആകാശം ആ ഇലകളുടെയും വള്ളികളുടെയും ഒക്കെ, ആ ചലിക്കുന്ന ഇലകളുടെയും വള്ളികളുടെയും ഇടയിലൂടെ, വിടവിലൂടെ അദ്ദേഹം കണ്ടു. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്, ആ ഇളം കറുപ്പ് കലർന്ന ആകാശം കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നിയത്, കാണുന്നിത് അങ്ങേപ്പുറം ആഴി പോലെ. ആകാശം അങ്ങനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് അലകളിളകുന്ന ആഴി, സമുദ്രമായിട്ടാണ് തോന്നിയത്. ഇത്രയുമാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വരാം. നിങ്ങൾക്ക് ആശയം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.